നമസ്കാരം പ്രിയമുള്ളവരെ, കുറച്ച് നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് പോലീസ് സേനയിൽ ആളില്ല എന്നുള്ളത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെ വരികയും ചെയ്തതാണ്. കേരളത്തിലാകെ 53,222 പോലീസുകാരാണ് നിലവിലുള്ളത്. അതിൽ 21,488 പേരാണ് സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യുന്നത്. പോലീസുകാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ജോലിഭാരം കുറയ്ക്കുന്നതിനു വേണ്ടി ജോലി സമയത്ത് ഇളവ് വരുത്തണമെന്ന് പോലീസ് സംസ്ഥാന അസോസിയേഷൻ പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. കേരള പോലീസിൽ ജോലി സമ്മർദ്ദം കാരണം സ്വയംവിരമിക്കൽ അപേക്ഷകർ കൂടുമ്പോഴും പൊതുജന ഉദ്യോഗസ്ഥ അനുപാതം വർദ്ധിപ്പിക്കുവാൻ ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. 500 പേർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന തരത്തിലെങ്കിലും സേനാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 8 വർഷക്കാലമായി സർക്കാർ ഇതിനു വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടില്ല. നിലവിൽ 656 പേർക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലാണ് കേരളത്തിലെ കണക്ക്. പോലീസ് സ്റ്റേഷനുകളിൽ ഒരു ദിവസത്തെ ജോലിക്ക് മാത്രമായി 59 പേർ വേണമെന്നിരിക്കെ ശരാശരി 44 പേർ മാത്രമാണ് നിലവിലുള്ളത്. ജോലിഭാരവും സമ്മർദ്ദവും കാരണം 2019 മുതൽ 2024 വരെ ഏകദേശം 80ഓളം പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലീസിന്റെ സമ്മർദ്ദം കുറയ്ക്കുവാനും അതുപോലെ തന്നെ ജോലിഭാരം കുറയ്ക്കുവാനും വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥ തലങ്ങളിൽ കടലാസിൽ ഒതുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. പോലീസിൽ ജോലിഭാരം കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ 900ഓളം വരുന്ന ഉദ്യോഗസ്ഥർ സ്വയം വിരമിക്കലിന് പേപ്പർ നൽകി കാത്തിരിക്കുകയാണ്. കേരളത്തിൽ പ്രതിവർഷം 2.5 ലക്ഷത്തോളം കേസുകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കുറ്റവാളികളുടെ എണ്ണവും അനുദിനം കൂടി വരികയാണ് ചെയ്യുന്നത്. 2017 കണക്ക് പ്രകാരം DGP നൽകിയ കണക്ക് പോലീസിൽ അധികമായി 18,229 പേർ വേണമെന്നുള്ളതായിരുന്നു. എന്നാൽ സ്റ്റേഷനുകളുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി അധികം പോലീസുകാർ സ്റ്റേഷനുകളിൽ വേണമെന്നാണ് അസോസിയേഷൻ പോലും ആവശ്യപ്പെടുന്നത്. പോലീസിൽ ഇത്രയധികം ആൾക്ഷാമം രൂക്ഷമുണ്ടായിട്ടും 2019 വന്ന ഒരു നോട്ടിഫിക്കേഷൻ 530/2019 എന്ന റാങ്ക് ലിസ്റ്റ് 62 ദിവസം സമരം ചെയ്തിട്ടും അതിൽ നിന്നും കേവലം 23% മാത്രമാണ് നിയമനം നൽകിയിട്ടുള്ളത്. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2024 ഏപ്രിൽ 12 അവസാനിച്ചു. അതിനുശേഷം പുതിയൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് 1 മാസം പിന്നിട്ടപ്പോഴും ഒരു ഫ്രഷ് വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരള പോലീസിലെ ഉദ്യോഗസ്ഥരോട് മാത്രമല്ല ഉദ്യോഗാർത്ഥികളോടും എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു അനീതി കാണിക്കുന്നത്? കോവിഡ് സമയത്ത് പോലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ രാജ്യത്തെ ഏറ്റവും വലിയ സേന കേരള പോലീസ് തന്നെയായിരുന്നു. ആ കേരള പോലീസിനോടുള്ള അവഗണന ഒഴിവാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.